അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ താരീഖ് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായിരുന്നു നമ്മൾ ഒന്നാമത്തെ പാഠം ചർച്ച ചെയ്തത്? എന്തായിരുന്നു? അതെ, ഖിലാഫത്ത് അല്ലെ. ഖിലാഫത്ത് എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠത്തെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. എല്ലാവരും ആ പാഠം വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഒന്നാമത്തെ ഖലീഫ ആരായിരുന്നു എന്നതൊക്കെ വളരെ ചെറിയ രീതിയിൽ അല്ലെ സംക്ഷിപ്തമായി നമ്മൾ അവതരിപ്പിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. 6ാം ക്ലാസ്സിലെ താരീഖിലെ രണ്ടാമത്തെ പാഠം ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയൂ? ആരെ കുറിച്ചാണ്? അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് അല്ലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ കടക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഉണ്ടാകും. പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം മഹാനായ വ്യക്തിത്വമായിരുന്നു അല്ലെ. പ്രവാചകന്റെ ശേഷം ഇസ്ലാമികമായ ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് തന്നെ വലിയ മാതൃകയായി മാറിയ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെ. അദ്ദേഹത്തിന്റെ ഈമാൻ തുലാസിന്റെ ഒരു ഭാഗത്തും ഒരു സമൂഹത്തിന്റെ കുറെ ആളുകളുടെ ഒരു ജനതയുടെ ഈമാൻ തുലാസിന്റെ മറുഭാഗത്തും നോക്കുകയാണെങ്കിൽ അവിടെ ഈമാൻ കനം തൂങ്ങുന്നത് അബൂബക്കറിനായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അത്രയും വലിയ മഹാനായ വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെ. പ്രവാചകന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, പ്രവാചകന്റെ ആത്മമിത്രമായിരുന്നു. പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകന്റെ കൂടെ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് കൂടെ നിന്ന സ്വഹാബിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പോലും നന്മ കൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുത്ത ഒരു മഹാനായ ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകന്റെ ആത്മമിത്രമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകളായ ആയിഷയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം വിവാഹം ചെയ്തു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി എന്ന പ്രസിദ്ധമായ ഖ്യാതിയും അദ്ദേഹത്തിന്റേതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന, അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന്റെ ഭാഗമായ ഒന്നാമത്തെ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ പാവങ്ങളുടെ അത്താണി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം പാവപ്പെട്ട ജനതയുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് കഴിയുന്നത് പോലെയുള്ള സഹായങ്ങളുമായി അവരുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മോട് സമ്മതിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകളായ സ്വഹാബികളെ മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സ്വഹാബി പ്രമുഖനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു നിങ്ങൾക്കറിയോ? എന്തായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേര്? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അബ്ദുൽ കഅബ, കഅബയുടെ അടിമ എന്ന പേരിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു? അബ്ദുൽ കഅബ അല്ലെ, കഅബയുടെ അടിമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് നേരത്തെ വന്നവൻ, അതായത് ഇസ്ലാം ആദ്യമായി സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ നേരത്തെ വന്നവൻ എന്ന അർത്ഥത്തിലുള്ള അബൂബക്കർ എന്ന പേരിൽ അദ്ദേഹം ഇസ്ലാമിൽ സ്വീകരിച്ചതിന് ശേഷം അറിയപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത് നിങ്ങൾക്ക് അറിയോ? ഫുൾ നെയിം അബൂബക്കർ സിദ്ദീഖ് എന്നാണല്ലോ. അബൂബക്കർ എന്ന് മാത്രമായിരുന്ന അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുവാനുള്ള കാരണം ഒറ്റ ദിവസം കൊണ്ട് ആകാശലോകം മുഴുവൻ കണ്ടു എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ ഇസ്രാ മിഅ്റാജ് യാത്രയെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. പറഞ്ഞത് മുഹമ്മദ് അല്ലേ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തെ രാത്രി കൊണ്ട് സ്വർഗവും നരകവും എല്ലാം കണ്ടു എന്ന് പറയുന്നത് മുഹമ്മദ് ആണല്ലോ. എനിക്കതിൽ ഇനി സംശയങ്ങളില്ല.
മുഹമ്മദ് നബിയെ അത്രത്തോളം സത്യപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് വരുവാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന് ശത്രുക്കൾക്കിടയിൽ, അതായത് അവിശ്വാസികൾക്കിടയിൽ പോലും വലിയ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ? ശത്രുക്കൾ പോലും ബഹുമാനിച്ചിരുന്ന, അവിശ്വാസികളായ സുഹൃത്തുക്കൾക്ക് പോലും വലിയ മതിപ്പ് ഉളവാക്കിയിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചരിത്രം പറയുന്നുണ്ട്. അല്ലെ? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു സംഭവം? അബിസീനിയയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം മുസ്ലിമീങ്ങൾ ധാരാളം കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നപ്പോ ഇസ്ലാമികമായ ദീനിയായ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് അബിസീനിയയിലേക്ക് യാത്ര പോകുവാൻ പറയുന്നുണ്ട്. അല്ലെ? അങ്ങനെ അബിസീനിയയിലേക്കുള്ള യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ആ കൂട്ടത്തിൽ പറഞ്ഞേക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അബിസീനിയയിലേക്ക് പോകുന്ന വാർത്ത കേട്ട അവിശ്വാസിയായ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നുണ്ട്, അബൂബക്കർ, താങ്കളെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഈ നാട് വിട്ടു പോകരുത്. താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നു, പ്രയാസങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഉത്കൃഷ്ടമായ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായ താങ്കൾ ഈ നാട് വിട്ടു പോകരുത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എനിക്ക് അഭയം വേണം. അല്ലെ? ഈ നാട്ടിൽ വിശ്വാസിയായി ജീവിക്കുവാൻ എനിക്ക് അഭയം വേണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസിയായ അബൂബക്കറിന് അഭയം നൽകിയത് മക്കയിൽ അവിശ്വാസിയായ ഇബ്നു ദുഗ്നയായിരുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലേ? അതുപോലെ തന്നെ പ്രവാചകൻ ഹിജ്റ പോകുവാൻ വേണ്ടി കൂടെ തെരഞ്ഞെടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹിജ്റക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുത്തു. പ്രവാചകൻ അബൂബക്കറിനോട് പറഞ്ഞു, നമുക്ക് ഹിജ്റ പോകണം. അങ്ങനെ യസ്രിബ് എന്നറിയപ്പെടുന്ന, ഇന്നത്തെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രാന്ത പ്രദേശത്തിലേക്കാണ് അവർ ഹിജ്റ പോകുന്നത്. അങ്ങനെ ഹിജ്റ പോകുന്നതറിഞ്ഞ പ്രവാചകനെയും അബൂബക്കറിനെയും വകവരുത്തുവാൻ വേണ്ടി ഖുറൈശികൾ വലിയ സമ്മാനത്തുക പോലെ പ്രഖ്യാപിക്കുകയുണ്ടായി. മുഹമ്മദിനെ പിടിച്ചു കിട്ടുന്നവർക്ക് വലിയ സമ്മാനത്തുകകൾ ഖുറൈശി പ്രമുഖന്മാർ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ശത്രുക്കളിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട്, ശത്രുക്കളിൽ നിന്നും പിന്മാറിക്കൊണ്ട് പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഹിജ്റ പുറപ്പെടുകയാണ്. അങ്ങനെ സൗർ എന്ന് പറയുന്ന ഒരു ഗുഹ, എന്താ ഗുഹയുടെ പേര്? സൗർ. അല്ലെ? സൗർ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ അവർ എത്തിച്ചേരുന്നു. ഒരു ഗുഹയായതുകൊണ്ട് തന്നെ ധാരാളം പൊത്തുകളുണ്ട്, മാളങ്ങളുണ്ട്, എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രവാചകൻ ഒന്ന് മയങ്ങാൻ കിടന്നു. അബൂബക്കറിന്റെ മടിയിലാണ് അദ്ദേഹം മയങ്ങുന്നത്. പെട്ടെന്നതാ അബൂബക്കറിന്റെ ഒരു പാമ്പ് കടിയേൽക്കുന്നു. അങ്ങനെ പാമ്പ് കടിയേറ്റ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വേദന സഹിച്ചു പിടിച്ചു. കാരണം മയങ്ങുന്ന പ്രവാചകനെ ഉണർത്തേണ്ടതില്ലല്ലോ, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വേദന സഹിച്ചു പിടിക്കുകയുണ്ടായി. പക്ഷേ അറിയാതെ കണ്ണിൽ നിന്നും ഇറ്റ വീണ ഒരു കണ്ണുനീർ പ്രവാചകന്റെ കവിളിൽ തട്ടുകയും പ്രവാചകൻ ഉണരുകയുണ്ടായി. കാരണം അന്വേഷിച്ചപ്പോൾ ഇതാ ഒരു പാമ്പ് കടിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമിനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് ശമനം കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലിച്ചു നോക്കിയേ, പാമ്പ് കടിച്ചപ്പോൾ പോലും പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ചുറ്റും പിറകിലും വലതും ഇടത്തും മുമ്പിലുമായി ശത്രുക്കളുടെ ആക്രമണം നേരിടുമോ എന്ന് പേടിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഹിജ്റ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, മാതൃകയായ ഖലീഫയായിരുന്നു. പിന്നീട് കടന്നു വന്ന ഖലീഫമാർക്ക് വലിയൊരു മാതൃകയായിരുന്നു അബൂബക്കറിന്റെ ഖിലാഫത്ത് ഭരണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ധൈര്യശാലിയായ ഖലീഫയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
ഇസ്ലാമിന്റെ നെടുന്തൂണായിക്കൊണ്ട് നമ്മൾ പറയാറുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പകച്ചു പോയപ്പോ ധീരമായിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകന്റെ മരണവാർത്ത പ്രഖ്യാപിച്ച സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദാനധർമ്മിയായിരുന്നു. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുവാൻ ഒരു വൈമനസ്യവും കാണിക്കാത്ത മഹാനായ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. തബൂക്ക് യുദ്ധവേളയിൽ ക്ഷാമവും പട്ടിണിയും കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തബൂക്ക് എന്ന് പറയുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ ഒരുക്കുകയായിരുന്നു. സമ്പത്തില്ല, യുദ്ധസന്നാഹങ്ങളില്ല, സജ്ജീകരണങ്ങളില്ല. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു പോയപ്പോ സത്യവിശ്വാസികളോട് ദാനധർമ്മത്തിന് വേണ്ടി പ്രവാചകൻ പ്രേരിപ്പിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിയിട്ട് അവിടെയുള്ള സാധന സാമഗ്രികൾ മുഴുവൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞ പ്രവാചകരെ, ഇതാ അബൂബക്കറിന്റെ വക ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ സമ്പത്ത് കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ലയോ അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? ഇനി നിന്റെ വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, പ്രവാചകരെ, ഇനി എന്റെ വീട്ടിൽ അള്ളാഹുവും അവന്റെ റസൂലും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ മറികടക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഉമർ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ തോറ്റുപോവുകയായിരുന്നു. അത്രയും വലിയൊരു മഹാനായ വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.